ജലബന്ധാര പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ പുഴയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തടയണയ്ക്ക് പഞ്ചായത്ത് എതിരല്ലെന്ന് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി. കർഷകരുടെ ആശങ്ക മുൻനിർത്തി തടയണ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന തീരുമാനം ഐകകണ്ഠേനയാണ് പഞ്ചായത്ത് എടുത്തതെന്നും പ്രസിഡന്റ് പറഞ്ഞു. പദ്ധതിയെ തങ്ങൾ എതിർക്കുന്നുവെന്ന പ്രചാരണം കർഷകരും തള്ളി. കരിമ്പുഴ പുഴയിലെ കാഞ്ഞിരായി കടവിൽ മുൻ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്ന തടയണ പദ്ധതി പുതിയ ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റ് കെ എം ഹനീഫ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു കെ എം ഹനീഫ ന്യൂസ് വണ്ണിനോട് പറഞ്ഞത്. എന്നാൽ പദ്ധതിക്കായി നിശ്ചയിച്ച സ്ഥലം മാത്രമാണ് നിലവിൽ പ്രശ്നമായിട്ടുള്ളതെന്ന് നിലവിലെ പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. കർഷകരുടെ കൃഷി നശിക്കുന്ന രീതിയിൽ നിർമ്മാണം നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാകും. തടയണ നിലവിലുള്ള സ്ഥാനത്ത് നിന്നും അല്പം മുകളിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തേക്കോ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരമാകും. ഈ ഒരു തീരുമാനമാണ് ഭരണസമിതി എടുത്തതെന്നും പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. തോട്ടര കാഞ്ഞിരായിക്കടവ് ജലബന്ധാരയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസമായി പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരിമ്പുഴ പഞ്ചായത്തിലെ ജലബന്ധാര വരുന്നതിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരു തടസ്സവുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് സ്ഥലം നിർദ്ദേശിച്ചതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു തോട് വന്നു ചേരുന്ന ഇതിൻ്റെ ഭാഗത്താണ് ഈ ജലബന്ധാര സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലുള്ള കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. അത് ആ തടയണ കർഷകർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് അത് മുകളിലേക്കോ അല്ലെങ്കിൽ നേരെ താഴോട്ടോ അത് മാറ്റി സ്ഥാപിക്കണം എന്നുമാണ് കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ ജലബന്ധാര വരുന്നതിൽ ഭരണസമിതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് വരണം എന്ന് തന്നെയാണ്. പക്ഷേ അത് സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകരോട് വിളിച്ച് ചോദിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ പഞ്ചായത്തിലുള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അത് രൂക്ഷമായി കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജലജീവൻ മിഷൻ്റെ ഒരു 120 HP മോട്ടർ 3.5 വർഷമായി പഞ്ചായത്തിൽ വന്ന് അത് ശരിയാക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അതായത് നമുക്ക് വാട്ടർ അതോറിറ്റി KSEBിലേക്ക് ഒരു തുക അടക്കാനുണ്ട്. LT കണക്ഷൻ്റെ ഒരു അരിയറായിട്ടുള്ള ഒരു 9,79,634 രൂപ അതിൽ അടയ്ക്കണം. എന്നാൽ KSEBക്കാർ അത് HT ലൈനിലേക്ക് മാറ്റി തരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 120 HP മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം നേരിടുന്നത് അവസാനിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു തുക വാട്ടർ അതോറിറ്റി അടക്കാൻ വേണ്ട നടപടികൾക്ക് സ്വീകരിക്കണം എന്ന് ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് ഞങ്ങളിപ്പോൾ ഈ ഭരണസമിതി കയറിയിട്ട് ഒരുപാട് മറ്റേ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫോമർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ വന്ന കരിമ്പുഴ പഞ്ചായത്തിൻ്റെ 100% ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതിയുടെ ഒരു പരിഹാരമാവും എന്നുള്ളതാണ് ഇതിൽ അറിയിക്കാനുള്ളത്. ഈ ജലബന്ധാരയുമായിട്ട് ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ കർഷകരെ ഒരു മീറ്റിംഗ് വിളിക്കാണ്ടായി. അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും കരിമ്പുഴ പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു തുറന്ന ചർച്ച ഞങ്ങൾ ഇവിടെ നടത്തേണ്ടായി. അതിൽ കർഷകരുടെ ഒരു ആശങ്ക ഞങ്ങളവിടെ പങ്കുവെക്കുകയുണ്ടായി. കർഷകർ അവരുടെ ഇതിൽ ജലബന്ധാര വന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം കൂടി നിന്ന് അവരുടെ കർഷകരുടെ എല്ലാ തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നുള്ള ഒക്കെ നശിച്ചു പോകുമെന്ന് ആശങ്ക അറിയിച്ചു. അതോടൊപ്പം തന്നെ അത് ഇല്ലാത്ത രൂപത്തിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ
ജില്ലാ പഞ്ചായത്തിൽ ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ് അവർ അറിയിച്ചത്. പിന്നീട് അതിൻ്റെ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 20 മെമ്പർമാരാണ് കരിമ്പുഴ പഞ്ചായത്തിലുള്ളത്. 20 മെമ്പർമാരും ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. പദ്ധതിയെ തങ്ങൾ എതിർക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഉപജീവനമാർഗമായ കൃഷി സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യം മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും കർഷകരും ന്യൂസ് വണ്ണിനോട് പറഞ്ഞു. നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനത്ത് തടയണ നിർമ്മിച്ചാൽ കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനും വ്യാപകമായ കൃഷിനാശമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇവിടെ പദ്ധതി നടപ്പാക്കണമെന്ന് പറയുന്നവർ സ്ഥലം നേരിട്ട് വന്ന് കാണണമെന്നും കർഷകർ പറഞ്ഞു. തടയണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൃഷിയെ ബാധിക്കൂ എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ഈ തോട് മുകളിൽ വരുന്നത് കൊണ്ടും അതിൽ മഴക്കാലത്ത് വരുന്ന വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പുഴയ്ക്ക് ഇറങ്ങി പോകാൻ കഴിയില്ല. അപ്പോൾ ആ വെള്ളം മുഴുവൻ പാടത്ത് നിന്ന് ആഴ്ചകളോളം ഇപ്പം തന്നെ നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത്. ഈ തടയണ വരും കൂടെ ചെയ്താൽ ഞങ്ങൾക്കത് ഒരു ദിവസം നിൽക്കുന്നത് എന്നുള്ളത് 4 ദിവസം 5 ദിവസമൊക്കെ നിൽക്കും എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രസിഡന്റിനെ കാര്യങ്ങൾ അറിയിപ്പിച്ചിട്ട് പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെയും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും വിളിച്ച് ചർച്ച നടത്തി അതിൻ്റെ പേരിലാണ് ഇത് ഇവിടുന്ന് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് യാതൊരു ഇതും അതിലില്ല. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തടയാൻ ഇവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചത് ഇപ്പോഴത്തെ ഭരണസമിതി. ഈ സ്ഥലത്തിന് ഞങ്ങൾ വികസനത്തിനും അല്ലെങ്കിൽ ഈ സാധനം വരുന്നതിനൊന്നും ഞങ്ങളാരും എതിരൊന്നുമല്ല. ഈ സാധനം ഇവിടുന്ന് മാറ്റണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ പ്രസിഡന്റിന്റെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു ഏതോ മറ്റേ പൊതോത്ത് മലമക്കുള്ള വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ഞരായി കടവിൽ തടയണ കെട്ടണത് എന്നുള്ളത്. ഈ പറയുന്ന സ്ഥലം 1.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ തടയണ കെട്ടിയിട്ട് ഈ പൊതോത്ത് മലമൊക്കെ എങ്ങനെ വെള്ളം അടിക്കുക എന്നുള്ളത് പ്രസിഡന്റ് ആദ്യം ഇവിടെ നിന്ന് വന്നിട്ട് നോക്കിയിട്ട് മുന്നത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, മുന്നത്തെ പ്രസിഡന്റ് ഹനീഫ അയാൾ വന്നിട്ട് ഇവിടെ നിന്ന് ആദ്യം നോക്കി, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചട്ടെ. പിന്നെ ഇതിൻ്റെ ഈ സംഭവം ഇവിടെ നടത്തുമ്പോൾ കൃഷിഭവനത്തെ ഓഫീസർമാരായിട്ടോ ഒരാളായിട്ടോ ഇവരാരും ഒന്നും ചെയ്ത. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഇതിവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഇവർ ഇറങ്ങി വന്നത്. ഈ ചർച്ചയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയോടും ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടും ഞങ്ങൾ ചോദിച്ചു, പിന്നെ ഇനി ഇതിവിടെ കെട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കെട്ടിക്കോളിയും, ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വരികയാണെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം തരാം എന്നുള്ളൊരു ഉറപ്പ് തരാൻ പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറും പറഞ്ഞത് അത് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്.